जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। गोपी जन वल्लभा गिरिवरधारी। गोपी जन वल्लभा गिरिवरधारी। यशोधानन्दना व्रज जनरञ्जना। यशोदानन्दना व्रज जनरञ्जना। यमुनतीरावनचारि। यमुनतीरावनचारि। जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी।
Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram. Jaya Gauranitai, Jaya Gauranitai, Gauranitai, Jaya Gauranitai. Jaya Jaya Prabhupada, 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 Jaya Jaya Prabhupada. Jaya Jaya Gurudev, 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 Jaya Jaya Gurudev. Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol. जय ओम विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर शतश्री श्रीमद अभय चरणारविंद भक्ति वेदांत स्वामी प्रभुपाद की जय ओम विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर शतश्री श्रीमद श्रील भक्ति सिद्धांत सरस्वती महाराज प्रभुपाद की जय अनंत कोटि वैष्णव वृंद की जय नामाचार्य श्रील हरिदास ठाकुर की जय श्रीमद भगवद गीता की जय निताय गौर प्रेमानंदे. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ശ്ലോകം 2. 14-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേऽപി നോപജായന്തെ പ്രളയേന വിദന്തി ച.
ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപചായന്തെ പ്രളയേന വ്യദന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യദന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ ഉപജായന്തെ ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യദന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗോപി നോപജായന്തെ ജ്ഞാനമുപാശ്രിത്യ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യദന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യദന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ സർഗേപി നോപജായന്തെ വ്യദന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തെ വ്യദന്തി ച. ശബ്ദാർത്ഥം. ഇദം ജ്ഞാനം, ഈ ജ്ഞാനത്തെ, ഉപാശ്രിത്യ ആശ്രയിച്ച്, മമ എൻ്റെ, സാധർമ്മ്യം സമാനഭാവം, ആഗതാഹ പ്രാപിച്ചവർ, സർഗേ അഭി സൃഷ്ടികാലത്ത്, ന ഉപജായന്തേ ജനിക്കുന്നില്ല, പ്രളയേ പ്രളയകാലത്ത്, ന വ്യദന്തി ച ദുഃഖിക്കുന്നുമില്ല. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി. വിവർത്തനം. ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എൻ്റേതിനു സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുലചിത്തനുമാവുകയില്ല. ഭാവാർത്ഥം. തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ലഭിച്ചാൽ മനുഷ്യൻ ഗുണങ്ങൾ കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനോട് തുല്യനാകും. അയാൾ ആവർത്തിച്ചുള്ള ജനന മരണങ്ങളിൽ നിന്ന് മോചിതനാകും. എന്നാൽ വ്യക്തിഗത ആത്മാവെന്ന നിലയിലുള്ള വ്യക്തിത്വം നഷ്ടമാകുന്നില്ല. പരവ്യോമത്തിലെ ദിവ്യഗ്രഹങ്ങളിൽ എത്തിയ മുക്താത്മാക്കൾ പ്രേമപൂർവ്വം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് എപ്പോഴും ഭഗവത് പാദാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ചു കൊണ്ടിരിക്കും എന്ന് വേദസാഹിത്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് മുക്തി നേടിയാലും ഭക്തന്മാർക്ക് തങ്ങളുടെ വ്യക്തിഭാവം നഷ്ടപ്പെടുന്നില്ല. ഭൗതിക ലോകത്തിൽ നമുക്ക് കിട്ടുന്ന അറിവെന്തും പൊതുവെ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ ദൂഷിതമാണ്. ത്രിഗുണദൂഷിതമാകാത്ത ജ്ഞാനത്തെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നു. അതീന്ദ്രിയ സ്ഥിതനായ ജീവാത്മാവ് പരമപുരുഷന്റെ നിലവാരത്തിൽ എത്തിച്ചേരുന്നു. സ്ഥൂല ശരീരത്തിൻ്റെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനായാൽ ലഭിക്കുന്ന ആധ്യാത്മിക വ്യക്തിത്വത്തിന് വൈവിധ്യങ്ങളിൽ നിന്നും രൂപമില്ലാതായി തീരുമെന്നും ആണ് പരവ്യോമത്തെ പറ്റി അറിയാത്തവരുടെ വിശ്വാസം. എന്നാൽ ഈ ഭൗതിക ലോകത്തിൽ ഉള്ളതുപോലെ ആധ്യാത്മിക ലോകത്തിലുമുണ്ട് വൈവിധ്യം. ഇതിനെക്കുറിച്ച് അജ്ഞരായവർ ആധ്യാത്മിക അസ്തിത്വം
ഭൗതിക വൈവിധ്യത്തിന് എതിരാണെന്ന് കരുതുന്നു. വാസ്തവത്തിൽ പരവ്യോമത്തിൽ ആത്മീയ രൂപം എന്നുള്ളതാണ് സത്യം. അവിടെ ആത്മീയങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ആധ്യാത്മിക സ്ഥിതിയെ ഭക്തിനിഷ്ഠമായ ജീവിതമെന്ന് പറയാം. അവിടെ അന്തരീക്ഷം മാലിന്യരഹിതവും ജീവാത്മാവ് ഗുണത്തിൽ ഭഗവത് സദൃശനുമാണ്. ഈ അറിവ് ലഭിക്കുന്നതിനായി ഒരാൾക്ക് എല്ലാ ആധ്യാത്മിക ഗുണങ്ങളും വളർത്തിയെടുക്കേണ്ടി വരും. അങ്ങനെ ആധ്യാത്മിക ഗുണങ്ങൾ വളർത്തി എടുത്തവരെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയോ പ്രളയമോ ബാധിക്കില്ലതാനും. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യാ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിസ്തപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനരുനാദാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദൈവം ശ്രീ രാധാകൃഷ്ണ പാദാനുസരണ ശീലാവിശാഖാൻവിധാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീത യഥാരൂപത്തിലെ 14-ാം അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന അധ്യായത്തിൽ നിന്നാണ് 2-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഈ ഒരു അധ്യായത്തിൽ ഭഗവാൻ ഓൾറെഡി ജ്ഞാനയോഗത്തിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ഇതിൽ പരമമായിട്ട് ജ്ഞാനം എന്താണ് അതിനെപ്പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു അധ്യായത്തിൽ. അപ്പം ശരീരസ്ഥനായ ജീവാത്മാക്കളൊക്കെ നമുക്കറിയാൻ സാധിക്കും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബന്ധനസ്ഥനാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും, അതിൻ്റെ പ്രക്രിയ എന്താണെന്നും അവർക്ക് എങ്ങനെയാണ് പരമദ്യോത പുരുഷന് ആയിട്ടുള്ള പ്രേമബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ള കാര്യത്തിനെ പറ്റിയാണ് ഈ ഒരു അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ആദ്യത്തെ ഒരു കാര്യം അപ്പോൾ പറഞ്ഞു. അപ്പം ഇതിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു അധ്യായം നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഈ ഒരു ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിക്കുള്ള ഗുണം എന്താണെന്നുള്ള കാര്യമാണ് ഇതിൽ ആദ്യം പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? എൻ്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പം ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഭഗവാന് സമാനമായ അതീന്ദ്രിയ ഭാവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആവുന്നില്ല എന്നല്ല, ഭഗവാന് സമാനമായിട്ടുള്ള അതീന്ദ്രിയ ഭാവത്തിനെയാണ് ഒരു വ്യക്തിക്ക് നേടാൻ സാധിക്കും. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടും ശ്രീല പ്രഭുപാദ ഭാവത്തിൽ പറയുന്നുണ്ട്. അപ്പം ഗുണം കൊണ്ട് ഭഗവാനായിട്ട് സമാനമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ മാത്രം കൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനായിട്ട് ഈക്വൽ ആവാൻ സാധിക്കില്ല. കാരണം എന്നെന്നും ജീവാത്മാവാണ്, ഭഗവാൻ എന്നെന്നും ഭഗവാനുമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും കേട്ടത് തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ശ്ലോകത്തിന് അനുസൃതമായതുകൊണ്ട് പറയാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം എടുത്താലും അല്ല അതിൻ്റെ ഒരു ഗാലൻ കണക്കിൽ വെള്ളം എടുത്താലും നമുക്ക് അറിയാൻ സാധിക്കുക അതിൻ്റെ ഉപ്പിൻ്റെ അംശം എന്ന് പറയുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു തുള്ളിയിലായാലും ശരി, അതിൻ്റെ നമ്മളൊരു ലിറ്റർ കണക്കിന് വെള്ളം എടുത്താലും ശരി, അതിൻ്റെ ഉപ്പിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി എടുത്താലും മതി, വലിയൊരു ലിറ്റർ കണക്കിന് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഗുണം അറിയാൻ സാധിച്ചു. പക്ഷെ അതിനെ മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു തുള്ളി വെള്ളത്തിൽ ചിലപ്പോൾ ഒരു മില്ലിഗ്രാം സോൾട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെ, ഒരു നാനോഗ്രാം സോൾട്ട് ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഗാലൻ കണക്കിന് വെള്ളം സമുദ്രത്തിൽ നിന്ന് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഉപ്പിൻ്റെ കണകം അല്ല ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അത് കിലോ കണക്കിന് ഇതുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഇവിടെ പറയുന്നതാണ്, ആ ഒരു വ്യക്തിക്ക് ജന്മമരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടിയ ഒരു വ്യക്തിക്ക്, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ഭാവത്തിന് പ്രാപിക്കാൻ സാധിക്കും. അപ്പം ഗുണം കൊണ്ട് നമുക്ക് ഈക്വലാകാൻ സാധിക്കും. പക്ഷേ മാത്രം കൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനായിട്ട് ഈക്വലാകാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഇതിൻ്റെ റെഫറൻസായിട്ട് പല പല ശ്ലോകങ്ങൾ ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട് അല്ലേ. 2-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് നത്യവ്യാഹം ജാതുനാശം നത്യം നേവേ ജനാധിപ. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, ആ ഒരു ശ്ലോകത്തിൽ തന്നെ പറയുന്നത്, അതായത് അല്ലയോ അർജുന, പല പല ജന്മങ്ങൾ ഞാനും നീ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ജന്മങ്ങളെ പറ്റി പല പല ജന്മങ്ങൾ എടുത്തായിട്ട് എനിക്ക് അറിയാൻ സാധിക്കും, എനിക്ക് അതിനെപ്പറ്റി ഓർക്കാൻ സാധിക്കും. പക്ഷെ നിനക്കത് ഓർക്കാൻ സാധിക്കില്ല എന്ന് 2-ാം അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4-ാം അധ്യായത്തിലും ഒരു ശ്ലോകത്തിൽ
പറയുന്നുണ്ട് ആക്ച്വലി. അതായത് ഇപ്പോൾ ഈ കാരണം അർജുനൻ അവിടെ ആക്ച്വലി ആശ്ചര്യചകിതനാണ്. കാരണം ഈ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യദേവനും നമ്മൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ സമയത്ത്, അപ്പോൾ അവിടെ ഭഗവാൻ തന്നെ പറയുന്നു, ബഹുനേമ വിദിതാനി എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ 4-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകത്തിലും അവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അതിലും ഭഗവാൻ പറഞ്ഞു ഈ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൂര്യദേവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് അത് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കും, നിനക്കത് ഓർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അപ്പം ഭൗതിക ലോകത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ഭഗവാനായിട്ട് നമുക്ക് ഒരിക്കലും ഈക്വലാൻ സാധിക്കില്ല എന്തൊരു ഇതുണ്ടെങ്കിലും. നമുക്ക് മുക്തി നേടിയാലും ഒരു ജീവാത്മാവ് എന്നും ജീവാത്മാവായിട്ട് തന്നെ ഇരിക്കും, ഭഗവാൻ എന്നും ഭഗവാൻ തന്നെയായിരിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഭാഗവത്തിലും പറയുന്നത് മുക്തിർഹിത്വ അന്യതാരൂപം സ്വരൂപേന വ്യവസ്ഥിത. അപ്പോൾ മുക്തി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും മുക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇനാക്ടിവിറ്റി, നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുന്ന ഇതാണോ, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാണോ? പക്ഷേ മുക്തി എന്ന് പറഞ്ഞതാണ് നമ്മൾ സ്വരൂപേന വ്യവസ്ഥിത, എന്താണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള പൊസിഷൻ, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകുന്നതാണ് മുക്തി. അതായത് നമ്മൾ ജീവാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്, ഭഗവാനെ സേവനം ചെയ്യാനുള്ളത് തന്നെയാണ് ജീവാത്മാവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അവസ്ഥയിലോട്ട് പോകുന്നതാണ് മുക്തി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ ഈ ശ്ലോകത്തിൽ അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ്. അപ്പം ഇതെന്ന് പറയുന്നത്, അപ്പം ഇതിൽ പറയുന്നതാണ് ഭഗവാൻ ഇപ്പോൾ ഈ ഒരു ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദ തന്നെ പറയുന്നു. അപ്പോൾ പല നമ്മൾ ശാസ്ത്രങ്ങൾ എടുത്താൽ നമുക്ക് അറിയാൻ സാധിക്കും, ഒരു ജീവാത്മാവിൻ്റെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഭാഗവതം എടുത്താലും ശരി, ഭഗവത്ഗീത എടുത്താലും ശരി, നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ഇവിടെ ആദ്യത്തെ ഒരു ഇതിൽ പറയുന്നത്. അപ്പം എന്നെന്നും ഒരു ജീവാത്മാവ് മുക്തി നേടിയ ശേഷം അവർ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം അതാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ചിന്തിക്കും, നമ്മളിപ്പം ഭക്തി ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അപ്പോൾ ഇതൊന്നും അല്ല എനിക്ക് ചെയ്യേണ്ടത്, എനിക്ക് ചിലപ്പം പുറത്ത് എങ്ങാനും പോയി കറങ്ങുന്നതോ, അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ തൃപ്തി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ശരീരത്തിന് തൃപ്തി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള പൊസിഷൻ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അവസ്ഥ. പക്ഷേ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും, അതെന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പൊസിഷനാണ്, അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ. കാരണം നമുക്ക് കിട്ടുന്ന ഈ സന്തോഷവും അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അപ്പോൾ താൽക്കാലികമായ ശരീരത്തിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സന്തോഷവും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള രീതിയിൽ കിട്ടുന്ന എല്ലാ സന്തോഷവും നമുക്ക് കാണാൻ സാധിക്കും, അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാകുന്നു. ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്, വളരെ ചുരുങ്ങിയ സമയത്തിലോട്ടേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആ സന്തോഷത്തിനെയാണ് ശീല പ്രഭുപാദ പലപ്പോഴും എക്സാമ്പിളായിട്ട് പറയുന്നത്. ഭൗതിക ലോകത്തിലെ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 99% ദുഃഖവും വളരെ 0.001% നമുക്ക് സന്തോഷമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ശീല പ്രഭുപാദ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ കഴുത്ത് പിടിച്ച് വെള്ളത്തിൽ മുക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, അപ്പോൾ വെള്ളത്തിൽ കഴുത്ത് പിടിച്ച് മുക്കി അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെ അദ്ദേഹം വളരെ വെപ്രാളപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അദ്ദേഹത്തിന് വെള്ളത്തിൽ നിന്ന് എടുക്കുകയാണ്. എടുത്ത സമയം അദ്ദേഹത്തിന് ആ ഒരു സെക്കൻഡ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ആശ്വാസമാണ്. ഇപ്പോൾ ശ്വാസം എടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ചിന്തിക്കും. എന്നിട്ട് വീണ്ടും ആ ഒരു 1-2 സെക്കൻഡിന് വീണ്ടും അദ്ദേഹത്തിന് പിടിച്ച് നമ്മൾ വെള്ളത്തിലോട്ട് മുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ 2 വെള്ളത്തിനടുത്ത് മുക്കി നമ്മൾ ആ ശ്വാസം കിട്ടുന്നത്, പിന്നെ വീണ്ടും നമ്മൾ വെള്ളത്തിലോട്ട് അദ്ദേഹത്തിന് പിടിച്ച് തലയിൽ മുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ആ ഒരു സെക്കൻഡിൽ കിട്ടുന്ന ആ ഒരു ശ്വാസം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷമാണ് നമ്മൾ ഭൗതിക ലോകത്തിലെ സന്തോഷമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. കാരണം നമുക്കറിയാം പല നമ്മൾ രീതിയിൽ നമ്മുടെ ശരീരം കൊണ്ടൊക്കെ നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് പൂർണ്ണ സന്തോഷം ഇതായിരിക്കും ആർക്കും ശരീരം കൊണ്ട് നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും, അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് എത്രത്തോളം നമ്മൾ സന്തോഷം നേടിക്കാൻ ശ്രമിച്ചാലും നമുക്ക് വീണ്ടും നമുക്ക് ദുഃഖങ്ങളാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ കാരണം വീണ്ടും എനിക്ക് സന്തോഷം കിട്ടുന്നു ഞാൻ ചിന്തിക്കുന്നു, വീണ്ടും ആ ശരീരം കൊണ്ട് ഞാൻ ആസ്വദിക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും നിരാശനാവുന്നു, വീണ്ടും ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന തോറും നമുക്ക് വീണ്ടും നമുക്ക് ദുഃഖങ്ങൾ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അതേസമയത്ത് നമ്മൾ ആത്മീയപരമായിട്ടുള്ള സന്തോഷം നമ്മൾ രുചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ആത്മീയപരമായിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പം സേവനങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഭഗവാന്റെ കീർത്തനം നമ്മൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഭൗതിക സന്തോഷമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്ക് താൽക്കാലികമാണ്. പക്ഷേ ഭഗവാനായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് ഓരോ നിമിഷവും നമുക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കാൻ സാധിക്കും. അതിനൊരു ലിമിറ്റില്ല, അൺലിമിറ്റഡ് ആണ്. കാരണം എത്രത്തോളം ഒരു ജീവാത്മാവിന് ഭഗവാനുള്ള സ്നേഹം വളർത്തിയെടുക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിൻ്റെ സന്തോഷം കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത്. പിന്നെ രണ്ടാമത് ഇതിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അറിവിനെ പറ്റിയാണ് രണ്ടാമതിൽ പറയുന്നത്. കാരണം നമുക്കറിയാം ഇതിൽ ഭഗവാനായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ജ്ഞാനത്തിനെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ജ്ഞാനത്തിനെയാണ് അതീന്ദ്രിയ ജ്ഞാനമായിട്ട് പറയുന്നത്. അതായത് 3 ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ജ്ഞാനമാണ് അതീന്ദ്രിയ ജ്ഞാനം. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൗതിക ലോകത്തിലുള്ള ഓരോ ജ്ഞാനം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അത് പല രീതിയിലും 3 ഗുണങ്ങളാൽ ആക്ച്വലി കണ്ടീഷൻഡ് ആയിട്ടുള്ള ജ്ഞാനങ്ങൾ തന്നെയാണ്, അല്ലേ? പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന ജ്ഞാനം എന്താണ്, നമ്മൾ മുന്നേറാൻ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് പണം സമ്പാദിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്ത് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക്
തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം എന്നുള്ള ജ്ഞാനത്തിന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ ജ്ഞാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ജനനമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനുള്ള ജ്ഞാനമല്ല അതിലൂടെ നമുക്ക് പഠിച്ചെടുക്കുന്നത്. നമ്മൾ പഠിക്കുന്ന പല ജ്ഞാനത്തിനും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളെന്താണ് ജോലി ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പണം സമ്പാദിക്കാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ജ്ഞാനമാകട്ടെ, നമ്മൾ ആ ജ്ഞാനം ഉണ്ടെങ്കിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണമായിട്ടും ആ ജ്ഞാനം കൊണ്ട് ഒരിക്കലും ഈ ഭൗതിക ചക്രത്തിൽ നിന്ന് മോക്ഷം നേടാൻ സാധിക്കില്ല. ആ ജ്ഞാനം ചിലപ്പോൾ നമുക്ക് ഭൗതിക ലോകത്തിൽ നമുക്ക് പേരും പ്രശസ്തിയും അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് കുറച്ച് പണം നേടാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യായിരിക്കും. പക്ഷേ ആ ജ്ഞാനം കൊണ്ട് ഒരിക്കലും നമുക്ക് ഭൗതിക ലോകത്തിൻ്റെ ജന്മ മൃത്യു ജരാവധി എന്ന ചക്രത്തിൽ നിന്ന് മോക്ഷം നേടാൻ അതിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ 3 ഗുണങ്ങൾക്ക് മുകളിലുള്ള ജ്ഞാനത്തിനെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിനെ പറ്റിയാണ് ഭഗവാൻ ഇവിടെ ഈ വരുന്ന ശ്ലോകങ്ങൾ പ്രതിപാദിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ശരീരം എടുക്കുന്ന ആ നിമിഷം മുതൽ തന്നെ നമ്മളെല്ലാവരും 3 ഗുണങ്ങളാൽ നമ്മൾ ബന്ധനസ്ഥനാണ് അല്ലേ. നമ്മൾ ചിലപ്പം സന്തോഷവാനായിരിക്കും, ചിലപ്പോൾ നമ്മൾ ദുഃഖിതനായിരിക്കും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പലതവണയും നമ്മളിങ്ങനെ പല രീതിയിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും കയറ് പോലെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോൾ ആ 3 കയറ് കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിന്നെ നമുക്ക് ആ ഗുണങ്ങളെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും? നമ്മളെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പല പല ശാസ്ത്രങ്ങൾ വായിച്ചത് കൊണ്ടോ ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് വഴി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതിൽ 7-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു, ദൈവികേഷ ഗുണമയി മമമായ ദുരത്തിയ മാം ഏവാം പ്രബദ്ധന്റെ മായം ഏതാം തരന്തിത്തെ. അപ്പോൾ പറയുന്നു ഈ 3 ഗുണങ്ങൾ അടങ്ങിയ ഈ മായയെ നമുക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3 ഗുണങ്ങൾ നമുക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. അപ്പോൾ എന്താണ് വഴി? അതിന് ഒരേ വഴി വെച്ചാൽ എന്താണ്? മമമായ ദുരത്തെ. ഈ മായ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ 3 ഗുണങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് മാം ഏവയാം പ്രബദ്ധന്തി. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മായം ഏവാം തരന്തിതെ. അപ്പോൾ വളരെ എളുപ്പമായിട്ട് അതിനെ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അപ്പം ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ നിമിഷവും അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് ഈ 3 ഗുണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തി നേടാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഇതിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതായത് ഇതിൽ പറയുന്നൊരു കാര്യമാണ് എന്നാൽ ഈ ഭൗതിക ലോകത്തിലുള്ളതുപോലെ ആധ്യാത്മിക ലോകത്തിൽ വൈവിധ്യം. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. കാരണം പല ആൾക്കാരും ചിന്തിക്കുന്നതാണ് ഈ ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത് അവിടെ ഇനാക്ടിവിറ്റി ആണെന്ന് പറയും. പക്ഷെ നമുക്കറിയാം ഇവിടെ നമ്മൾ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നതാണ് ശരിക്കും ആധ്യാത്മിക ലോകത്തിൻ്റെ ഒരു ഷാഡോ പോലെയാണ് നമ്മൾ കാണുകയാണെങ്കിൽ. അപ്പോൾ എന്തൊക്കെ ആധ്യാത്മിക ലോകത്തിലുണ്ടോ ഇവിടെ വൈവിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഈ വൈവിധ്യം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെയും നമുക്ക് പല പല രീതിയിലുള്ള വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും നമുക്ക് പല രീതിയിലുള്ള സന്തോഷങ്ങളും ഭഗവാൻ അവിടെ സേവനം ചെയ്യുന്നതും ഭഗവാനോട് കളിക്കുന്നതും ഭഗവാനോട് പ്രസാദം നമ്മൾ കഴിക്കുന്നതും, അപ്പോൾ ആ രീതിയിലുള്ള പല പല കാര്യങ്ങളും നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. പക്ഷെ അവിടെ എന്താണ്, ആ സന്തോഷത്തിന് ഒരിക്കലും ഒരു അവസാനമില്ല. ആ സന്തോഷം എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടുത്തെ സന്തോഷമാണെങ്കിലും നമുക്ക് കുറച്ച് നേരം കിട്ടും, കുറച്ച് നേരം പിന്നെ ഉണ്ടാവില്ല. അപ്പം ഇതിൽ പറയുന്ന വേറൊരു കാര്യം തന്നെയാണ് ഈ ശ്ലോകത്തിൽ. അപ്പം നമുക്ക് അറിയാൻ സാധിക്കും, അപ്പം പ്രവർത്തനങ്ങൾ ഇല്ലാത്തൊരവസ്ഥയില്ല എന്നുള്ള കാര്യമാണ് ശ്രീല പ്രഭുപാദ ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും മുക്തി നേടിയ ശേഷം പ്രവർത്തനങ്ങൾ ഇല്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ എന്നെന്നും പ്രവർത്തനങ്ങൾ ജീവാത്മാവിന് അവരുടെ ആക്ച്വലി യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് സേവനം ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ സേവനം ചെയ്യാനുള്ള കാര്യം എന്തായാലും ജീവാത്മാവിനുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരസ്ഥനായ ഒരു വ്യക്തി ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ എൻ്റെ കുടുംബത്തിന് സേവനം ചെയ്യുകയായിരിക്കും എൻ്റെ പ്രഥമ ലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എൻ്റെ ജാതിയെ, അല്ലെങ്കിൽ എൻ്റെ മതത്തിനെ, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിനെ, ഇതൊക്കെയായിരിക്കും ഒരു വ്യക്തിയുടെ ഒരു മെയിൻ ലക്ഷ്യമായിട്ട് കാണുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ഭഗവത്ഗീത അനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ സേവനം ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അപ്പോൾ ആ ഭഗവാനെ സേവനം ചെയ്യുക ഉള്ള പരമ ലക്ഷ്യത്തിന് അതിന് ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീതയിലെ ഓരോ അധ്യായങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ് ഭഗവാൻ എങ്ങനെ സേവനം ചെയ്യുക, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ബാക്കിയുള്ള ശ്ലോകങ്ങൾ വരുന്നത്. നമ്മൾ നമ്മുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഭഗവാനെ സേവനം ചെയ്യാനുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഇൻറ്റൻഷൻ. അപ്പോൾ അതിപ്പോൾ നമ്മൾ നമ്മളത് മറന്നിരിക്കുകയാണ്. ആക്ച്വലി നോക്കണം, നമ്മൾ പല പല ജന്മങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ശരീരമാണ് ഉള്ള ചിന്തയോടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കും ശരീരത്തിന് സേവനം ചെയ്യുകയാണ് എൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം, അല്ലെങ്കിൽ ശരീരത്തിന് ആസ്പദമാക്കിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ സേവനം ചെയ്യുകയാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമായതുകൊണ്ട് നമ്മൾ എന്തിനൊക്കെ സേവനം ചെയ്യുന്നോ ആ ചെയ്യുന്ന സേവനങ്ങളും താൽക്കാലികമായിട്ടിരിക്കും. നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ ഒരു CEO ആയിട്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കമ്പനിയുടെ CEO ആണെന്ന സമയത്ത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, അപ്പോൾ നമ്മൾ
കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാവരും നമ്മൾ റെസ്പെക്ട് ചെയ്യും. നമ്മൾ വിചാരിക്കും ഞാനാണ് ഈ കമ്പനിയെ നമ്മൾ നടത്തുന്നത് ഉള്ള ചിന്തയും, ഞാനില്ലെങ്കിൽ ഈ കമ്പനി നടക്കില്ല എന്ന ചിന്തയായിരിക്കും. പക്ഷേ അതേ സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കും, ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നമ്മളടുത്ത് പറയും നീ പോയിക്കോ നമ്മളടുത്ത് പറയും. അതിനുശേഷം നമ്മൾ ആ കമ്പനി പോകുന്ന സമയത്ത് നമ്മളായിരിക്കില്ല ആ ഒരു പോസ്റ്റിലുള്ളത്, പിന്നെ വേറൊരു വ്യക്തിയായിരിക്കും ആ ഒരു കമ്പനിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്താലും ഇതൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ പെർമനൻറ്റ് അക്കൗണ്ടിലോട്ട് അത് ഒരിക്കലും ആഡ് ആവുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്താൽ തന്നെ അത് എന്നെന്നും നമ്മുടെ ആക്ച്വലി പെർമനൻ്റ് ആയിട്ട് സ്പിരിച്വൽ അക്കൗണ്ടിലോട്ട് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്തി വിഷയത്തിൽ നമ്മൾ ഭക്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നിരാശനാവേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഭക്തിയിൽ ഏർപ്പെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പല നമ്മുടെ അനർത്ഥങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും മുന്നേറാൻ സാധിക്കില്ലായിരിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളും അത് നമ്മൾ ഭഗവാൻ തൃപ്തിക്കാണെന്നുള്ള ബോധത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ സേവനങ്ങൾ എന്നെന്നും നമ്മുടെ സ്ഥായിയായിട്ട് നമ്മുടെ ഒരു പെർമനൻറ്റ് അക്കൗണ്ടിൽ നിൽക്കുകയായിരിക്കും. പിന്നെ നമ്മൾ എവിടെ ഇത് എൻഡ് ചെയ്യുന്നോ അവിടെ വെച്ചായിരിക്കും നമുക്ക് അടുത്തൊരു ജന്മത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഭൗതിക ലോകത്തിലാണെങ്കിലും നമ്മൾ എന്തൊക്കെ ഡിഗ്രികളും എന്തൊക്കെ നമ്മൾ നേടിയെടുത്താലും നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ആ ഒരു ജന്മം കഴിയുന്ന സമയത്ത് വീണ്ടും എന്താവും, ആ ശരീരം നമ്മൾ നഷ്ടപ്പെടുന്നതനുസരിച്ച് ആ ഡിഗ്രികളൊക്കെ നമ്മളിവിടെ നഷ്ടപ്പെട്ടു പോകാം. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ശരീരത്തിൽ ഒരു മനുഷ്യജീവനം കിട്ടുകയാണെങ്കിലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് LKG എന്നുള്ളത് പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ഞാനെന്ന് പറയുന്നത് ഒരിക്കലും സ്ഥായി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരം നഷ്ടപ്പെടുന്നതനുസരിച്ച് അത് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എത്രത്തോളം നമുക്ക് വാല്യുബിളാണ് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കാരണം നമുക്കത് നിരന്തരം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്ലാസ് കേൾക്കായിരിക്കും, ഞാനിവിടെ പറയുമായിരിക്കും, പക്ഷേ വീണ്ടും ഞാൻ മറന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും ഈ കാര്യങ്ങളെപ്പറ്റി. പക്ഷെ നമുക്ക് നിരന്തരം അത് ഓർക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സ്പിരിച്വലായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തോ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഡിവോഷണൽ സർവീസിൽ എൻഗേജ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനാണ് നമുക്ക് ശ്രീല പ്രഭുപാദ് നമുക്ക് നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനും ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതും ഒക്കെ നമുക്ക് എന്തിനാണ്, നമുക്ക് എന്നെന്നും ആക്ച്വലി ഭഗവാനായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഭക്തി സേവനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ഓർക്കേണ്ടത്, ഇത് ഭഗവാനുമായിട്ടുള്ള എൻ്റെ ശാശ്വതമായിട്ടുള്ള ബന്ധം പുലർത്തിയെടുക്കാനാണ്, ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ചെയ്യേണ്ട സേവനങ്ങളാണ് ഇത് ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ സേവനങ്ങൾ എല്ലാവരും കിട്ടുന്നതല്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എനിക്ക് കിട്ടിയല്ലോ, അപ്പോൾ അത് എനിക്ക് എന്തെങ്കിലും വലിയ ക്വാളിഫിക്കേഷൻ കൊണ്ടാണോ? അല്ല, അത് ഭഗവാന്റെ കാരുണ്യം, ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ഈ സേവനങ്ങൾ കിട്ടുന്നത്, നമുക്ക് ഈ ക്ലാസ്സുകൾ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സത്സംഗം കിട്ടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാം, എത്രയോ ആൾക്കാർക്ക് ഈ ഒരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തന്മാരോട് നമ്മൾ സംഘം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എത്രത്തോളം നമുക്ക് ഈ ഭക്തി സേവനം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് നിരന്തരം ചിലപ്പോൾ നമുക്ക് ഭക്തന്മാരുടെ സംഘം നമുക്ക് നേടാൻ സാധിക്കില്ലായിരിക്കും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും അല്ലെങ്കിൽ 2 തവണയായിരിക്കും നമ്മൾ ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് നിരന്തരം നമുക്ക് ഭഗവാന്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തിരുനാമങ്ങളാണ്. കാരണം നമുക്ക് ഏത് അവസ്ഥയിലും നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങൾ നമുക്ക് ജപിക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ ഓടി നടന്ന് നമുക്ക് സേവനം ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ ശേഷം നമുക്ക് വയസ്സായ ശേഷം നമുക്ക് ചിലപ്പോൾ അതുപോലെ സേവനം ചെയ്യാൻ പറ്റില്ലായിരിക്കും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഭഗവാന്റെ അടുത്ത് ഭഗവാനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഭഗവാൻ തിരുനാമങ്ങൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് എന്നെന്നും ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതേസമയത്ത് നമ്മളിപ്പോൾ തിരുനാമങ്ങൾ ജപിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തിരുനാമങ്ങൾ ജപിക്കാനുള്ള ആ ഒരു രുചിയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. കാരണം ഇതാണ് എൻ്റെ ആത്യന്തികമായിട്ട് എന്നെ സഹായിക്കാൻ പോകുന്നതിനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ തിരുനാമങ്ങൾ ജപിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അത് ജപിക്കണം എന്നുള്ള ആ ബോധം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ശ്രീല പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാലേ നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാനെ സേവനം ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് കിട്ടുള്ളൂ നമ്മൾ നോക്കുകയാണെങ്കിൽ. കാരണം പ്രഭുപാദ് അത്രത്തോളം ഭഗവാനെ കൊണ്ടു നടന്നൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്താലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പ്രവൃത്തിയിലും അദ്ദേഹം അത് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോഴും ആ വ്യക്തിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ നിരന്തരമായിട്ട് അദ്ദേഹമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നിരന്തരം ആ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് എങ്ങനെ ഈ ഭഗവാന്റെ സേവനത്തിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മൾ ഈ ദേശകാല പാത്രം അനുസരിച്ച് നമുക്ക് എങ്ങനെ സേവനം ചെയ്യാൻ പറ്റാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ആത്മാർത്ഥമായിട്ടും ആ ഒരു അവനിൽ നിന്ന് കേൾക്കാനും അല്ലെങ്കിൽ ഭക്തമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാനും അതിനൊക്കെ നമ്മൾ ശ്രമിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമാണ് ഈ സത്സംഗം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ പിടിച്ചിരുത്തി നമുക്ക് ഭക്തി ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഈ ഒരു അവസരം നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം എല്ലാവർക്കും ഒരു ഫ്രീ വില്ലുണ്ട് അല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും 2 ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഭഗവാൻ സേവനം ചെയ്യാതിരിക്കാം. ആ 2 ഓപ്ഷൻ ഭഗവാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമുക്ക് ഈ കിട്ടിയ ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. എൻ്റെ ആത്യന്തികമായിട്ടുള്ള സന്തോഷമാണോ എനിക്ക് ചെയ്യേണ്ടത്, അല്ല എനിക്ക് താൽക്കാലികമായിട്ടുള്ള സന്തോഷമാണോ എനിക്ക് വേണ്ടത്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് ആരെയാണ്, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഒരു ആക്ച്വലി ചോയ്സാണ്, അവരുടെ ആഗ്രഹമാണ്. അപ്പോൾ അതനുസരിച്ച് ഒരു വ്യക്തി
അപ്പോൾ ഈ ഒരു പാത സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും ഭഗവാന്റെ സേവനത്തിനാണ്. പക്ഷേ ഭൗതിക സന്തോഷത്തിൽ പോകുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ആദ്യത്തെ നിമിഷം കുറച്ച് സന്തോഷം കിട്ടും, പക്ഷേ പിന്നെന്താണ് പിന്നുള്ള സന്തോഷം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അത് നഷ്ടപ്പെടുന്നുള്ള ആ ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷേ ഭഗവാനായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തി, ഭക്തി സേവനം ചെയ്യുന്ന ഒരു വ്യക്തി അപേക്ഷിച്ചാണെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന് എക്സ്റ്റേണലായിട്ട് എന്ത് ഡിസ്റ്റർബൻസിൽ വന്നാലും അദ്ദേഹത്തിന് എപ്പോഴും ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, ഭഗവാന്റെ നാമങ്ങളുണ്ട്, ഭഗവാന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഭൗതിക സന്തോഷത്തിനാണെങ്കിലോ ചിലപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, നമ്മുടെ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചില കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ അതേ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്തി സേവനം ചെയ്യാനാണെങ്കിൽ നമുക്ക് എപ്പോഴും അവസരം ഭഗവാൻ തന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും കാരുണ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമങ്ങളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് അതിനെ ശരണം പ്രാപിക്കുക. അപ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഈ തിരുനാമങ്ങളാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ നാമങ്ങളെ നമ്മൾ ശരണം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ വായിച്ചു, അപ്പോൾ എനിക്ക് നാമം ജപിക്കാനുള്ള രുചി എനിക്ക് കിട്ടും. പക്ഷേ നമ്മൾ സേവനങ്ങൾ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഭഗവാന്റെ കാരുണ്യം കൂടുതൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം സേവനങ്ങൾ ചെയ്യുന്നു അത്രത്തോളം ഭഗവാന്റെ കാരുണ്യം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ആ കാരുണ്യം വെച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളെ നമ്മൾ ആശ്രയിക്കുക. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ആശ്രയിക്കുന്ന വ്യക്തിക്ക് വീണ്ടും വീണ്ടും സേവനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ്. അപ്പോൾ നമുക്കത് അപ്പോൾ ആ ഒരു പ്രോസസ്സിലോട് പൂർണ്ണമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം നമ്മൾ തീരുമാനിക്കുക, എനിക്ക് എൻ്റെ പ്രയോറിറ്റി എന്താണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ആധ്യാത്മിക ജീവിതമാണോ അല്ല ഭൗതിക ജീവിതമാണോ? അപ്പോൾ നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആധ്യാത്മിക ജീവിതം തന്നെയാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ള കാര്യം. അപ്പോൾ അതിന് നമ്മൾ പ്രയോറിറ്റി നമ്മൾ കൊടുത്തുകൊണ്ട് ഡെയിലി ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുക. അതേ സമയത്ത് നമ്മൾ ശരീരത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടില്ല, അല്ലേ? നമ്മൾ എപ്പോഴും നമ്മൾ ശ്രീല പ്രഭുപാദ കൊടുക്കുന്ന എക്സാമ്പിളാണ്, നമുക്കറിയാം അല്ലേ? ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു മാൻ, നമുക്കറിയാം മാൻ ഒരു നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡെസേർട്ടിൽ അല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ ഒരു മാൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അതിനറിയാൻ സാധിക്കും, ദൂരത്തിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ വെയിലടിച്ച ശേഷം നമുക്ക് തോന്നും, നമ്മൾ എന്താണ് നമുക്കൊരു റിഫ്ലക്ഷൻ കാരണം നമുക്ക് മിറാജ് അല്ലേ, നമ്മൾ സയൻസിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അവിടെ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ആ മാൻ എന്താ ചിന്തിക്കുക, ഞാൻ കുറച്ചുകൂടി ദൂരം ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ആ വെള്ളം കുടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ മാൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ വെള്ളം എന്താണ്, ആ വെള്ളമായി തോന്നുന്ന ആ ഒരു ഇല്യൂഷൻ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും ദൂരം മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓടി അവസാനം മാൻ എന്ത് സംഭവിക്കും, വെള്ളം കിട്ടാതെ അത് മരണപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ ഭൗതിക ലോകത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് തരുന്ന സോഷ്യൽ മീഡിയയിലും ശരി പരസ്യങ്ങളൊക്കെ നമുക്ക് തരുന്നതാണ്, നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം കിട്ടും, അല്ലെങ്കിൽ അത് ചെയ്താൽ സന്തോഷം കിട്ടും, ഇനി ഇവിടെ ടൂറിന് പോയാൽ സന്തോഷം കിട്ടും. അങ്ങനെ പല എക്സാമ്പിൾസാണ്, പല കാര്യങ്ങളാണ് ഇവിടെ ഭൗതിക ലോകം നമുക്ക് തരുന്നത്, പ്രോമിസുകൾ, ഫോൾസ് ആയിട്ടുള്ള പ്രോമിസുകൾ. പക്ഷേ നമ്മൾ ചിന്തിക്കും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും, പക്ഷേ നമ്മൾ അവിടെ പോകുമ്പോൾ സന്തോഷം കിട്ടുന്നത്. മുന്നേ ഞാൻ ചിന്തിക്കും ഇനി ഈ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, പക്ഷേ എന്നാലും നമുക്ക് പൂർണ്ണ സന്തോഷം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ ആധ്യാത്മിക ജ്ഞാനത്തിന് ഞാൻ എടുത്ത് എൻ്റെ ലൈഫിലൊരു സിൻസിയറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൂടാ? അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ സന്തോഷം കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും ശ്രീല പ്രഭുപാദിൻ്റെ ശിഷ്യന്മാരും അവർ 50-60 വർഷങ്ങളായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിൽ അവർ ഇന്നും അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പക്ഷേ ഒരു ആധ്യാത്മിക ജീവിതത്തിനും പ്രചരണം ചെയ്യാനൊക്കെ ഇത്രയും അവർ ഉത്സാഹം കാണിക്കുന്നത്. കാരണം നമുക്ക് അറിയാൻ സാധിക്കും ആധ്യാത്മിക ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നുള്ള തത്വമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ശരീരപരമായിട്ടുള്ള ശക്തിയല്ല, ആധ്യാത്മികപരമായിട്ടുള്ള ശക്തിയാണ് നമുക്ക് അതിനെ പ്രചോദനം തരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യവും ഭക്തന്മാരുടെ കാരുണ്യവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ സാധന ഭക്തി നമ്മൾ ചെയ്ത് ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ലെക്ചേഴ്സ് കേൾക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ജ്ഞാനം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം നമ്മൾ കണ്ടാലോ അല്ലെങ്കിൽ കേട്ടാലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യും, അല്ലേ ഇത് നന്നായിരുന്നു, ഈ ഒരു വിഭവം നന്നായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വരുന്നവരെല്ലാവരും എന്താ ചെയ്യാം, പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒരു വ്യക്തിയെ കൂടി വിളിച്ചുകൊണ്ട് വരും. കാരണം എന്താണ്, അപ്പം അങ്ങനെ അവർ കൂടി കാരുണ്യം കൊടുക്കുമ്പോഴാണ് നമുക്കും ഈ കൂടുതൽ ഭഗവാന്റെ കാരുണ്യം കിട്ടും. നമ്മൾ എത്രത്തോളം ഭഗവാന്റെ കാരുണ്യം കൊടുക്കുന്നു അത്രത്തോളം ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ നമുക്കെന്താണ്, നമ്മൾ ചിലപ്പോൾ ഭൗതിക ലോകത്തിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ കൊടുക്കുന്തോറും നമ്മളെ കാര്യം നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭൗതിക ലോകത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതേ സമയത്ത് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ നേരെ തിരിച്ചാണ്. സ്പിരിച്വൽ മാത്തമാറ്റിക്സിൽ എന്താണ്, നമ്മൾ എത്രത്തോളം കാരുണ്യം കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് കാരുണ്യം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് അറിയുന്ന ആൾക്കാരെ നമ്മൾ വിളിച്ചുകൊണ്ട് വരിക. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നരസിംഹ ചതുർദശിക്ക് വരുന്നു, ഫെസ്റ്റിവലൊക്കെ വരികയാണ്. ഈ ഫെസ്റ്റിവൽ സമയത്തൊക്കെ പുതിയ ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് വരാനും ഭഗവാന്റെ
സ്പെഷ്യലായിട്ടുള്ള കാരുണ്യം നേടാനൊക്കെ ഉള്ളൊരു അവസരമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭക്തി ചെയ്യാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭക്തി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് ആ സന്തോഷം കിട്ടുക. അപ്പോൾ നമ്മൾ ആ സന്തോഷം നമ്മൾ ബാക്കിയോട്ട് ഷെയർ ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സിൻസിയറായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള പരമമായിട്ടുള്ള ജ്ഞാനം അല്ലേ, അതിനെപ്പറ്റിയാണ് ഇവിടെ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. ആ പരമമായിട്ടുള്ള ജ്ഞാനമാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് വളരെ എളുപ്പമായിട്ടും ഡിവോഷണൽ സർവീസ് എന്ന രീതിയിൽ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഇത്രയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കാനോ അതിനെ നമ്മൾ നമ്മളതിനെ ബൈഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള പ്രോസസ്സ് എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ രാമ. ഭഗവാൻ തിരുനാമം ആർക്കും ജപിക്കാം. അതിന് ഒരു പ്രീ ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ല. ഏതൊരു ചെറിയൊരു കുട്ടിക്കായാലും ശരി, വയസ്സായ ഒരു വ്യക്തിക്കായാലും ശരി, നമുക്ക് അതിന് വലിയൊരു ഇൻ്റലിജൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനും ഈ ശ്രീല പ്രഭുപാദിൻ്റെ ഈ ഒരു ഭാവാർത്ഥം മനസ്സിലാക്കാനൊക്കെ ഏതൊരു വ്യക്തിക്കും സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കി അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല പല കാര്യങ്ങൾ കേൾക്കും, പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കാത്തത് കൊണ്ടാണ് നമുക്കത് മറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുക, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും, അങ്ങനെ ഒരു കണ്ടംപ്ലേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മനനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്ന സമയത്താണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഒരു ബുക്ക് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പ്രഭുപാദിൻ്റെയും ഭക്തന്മാരുടെയും ഭഗവാന്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പുതിയ അറിവ് നമുക്ക് കിട്ടുകയായിരുന്നു. അപ്പോൾ ആ കാര്യത്തിന് നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമുക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും, അതെങ്ങനെ മുന്നോട്ട് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഭക്തിയിൽ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുക എന്ന കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും ഭക്തമാരുടെ സംഘം തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മൾ സംഘത്തിൽ കിട്ടുന്ന ആ ശക്തി അതിനെ നമ്മൾ എന്താ ചെയ്യുക, ഇതൊരു എന്താ പറയുക, ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ബാറ്ററി ചാർജിങ് പോലെയാണ് അല്ലേ. നമുക്ക് എപ്പോഴും നമുക്ക് ഓരോ സമയത്ത് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷൻ പോലെയാണ് ഈ ഭക്തന്മാരുടെ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഘത്തിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ചാർജ് ചെയ്യും, നമ്മൾ ഭക്തി ചെയ്യണം, നമുക്ക് ആ ഒരു ഉത്സാഹവും നമുക്ക് ദൃശ്യം തരുന്ന എന്താണ് ഈ ഭക്തന്മാരുടെ സംഘമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുക, അപ്പോൾ അതിനെ പ്രാവർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഈ കിട്ടിയ ഇൻസ്ട്രക്ഷൻസിനെ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ അതിനെ ഫോളോ ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കേട്ടു നമ്മളതിനെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഭക്തിയുടെ ഫുൾ ആയിട്ടുള്ള ആ ഫ്രൂട്ടിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ലഭിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മളതിന് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നാമം ജപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, കൂടുതൽ സിൻസിയറായിട്ട് നമ്മളെന്താ ചെയ്യുക, ബാക്കിയുള്ള സേവനങ്ങൾ ചെയ്യാനും നമ്മളൊരു ലെവലിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള ആഗ്രഹം നമ്മൾ കൊണ്ടുവരാനുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ഭൗതിക ലോകത്തിലാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ലെവലിലാണെങ്കിൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് പ്രൊമോഷൻ നേടാനും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വരുമാനം കൂട്ടാനും അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ആദ്യമേ ജീവിതത്തിലും എനിക്ക് അതുപോലെ തന്നെ അഡ്വാൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മൾ വളർത്തിയെടുക്കണം. കാരണം നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ സത്സംഗം തുടങ്ങി ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നതാണ്, ഞാൻ ഒരു ലെവലിൽ നിന്ന് മുന്നോട്ട് ഒരു ലെവലിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിച്ച് വളർത്തേണ്ട ഒരു ആഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുകയായിരുന്നു. പക്ഷേ ഒരു വ്യക്തി അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ നമ്മൾ സ്വന്തമായിട്ട് സ്വയമായി ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും മാത്രമാണ് മുന്നോട്ട് വരാൻ സാധിക്കുക. അപ്പോൾ അതിനുള്ള സഹായമാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഹെൽപ്പ് വേണം, എന്തൊക്കെ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താണ് അടുത്ത ലെവലിലോട്ട് വരാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ ബുക്കുകൾ വായിക്കണം, അല്ലെങ്കിൽ എത്ര ലെവൽ നാമം ജപിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് ഫോളോ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആ ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കണം. അതിന് നമ്മളെല്ലാവരും ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനൊരു ഡിവോട്ടി കമ്മ്യൂണിറ്റിയും അമ്പലമൊക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇത് അല്ല, ആ ഭാഗ്യം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിന് സിൻസിയറായിട്ട് ഈ ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, നമ്മൾ ഭക്തന്മാരുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഒരു ബോട്ട് പോകുന്ന പോലെ നമുക്ക് അതിലിരുന്നാൽ മതി, നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് തിരിച്ച് ഭഗവാനത്ത് പോകാൻ സാധിക്കുക. കാരണം ഫ്ലൈ യുവർ ഓൺ പ്ലെയിൻ എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ നമ്മളെ പ്ലെയിനിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ആത്മാർത്ഥമായിട്ടും എനിക്ക് ഭക്തിയിൽ മുന്നേറണം, അല്ലെങ്കിൽ എനിക്ക് ഭഗവാനത്തെ പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ വളർത്തിയെടുത്താലും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തിരിച്ച് ഭഗവാനത്ത് പോകാൻ നമുക്ക് സാധിക്കുകയാണ് കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടും അവർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പിൽ നിന്ന് മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ക്ഷേത്രാധികാരികളും ഭക്തന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത്. ഹരേ കൃഷ്ണ.
എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പം നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രഭു പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന സാധന ഭക്തിയും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഇപ്പം DTസോ അല്ലെങ്കിൽ ഫോട്ടോസ് നമ്മൾ ആരതി ചെയ്യുന്നതും ബുക്സ് വായിക്കുന്നതും അപ്പോൾ അതൊക്കെ ഒരു സേവനം തന്നെയാണ് ഇപ്പോൾ എന്തായാലും. അപ്പം അപ്പോൾ അത് നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു സേവനം തന്നെയാണ് ആക്ച്വലി. നമ്മൾ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ആക്ച്വലി നമ്മൾ ഭഗവാന്റെ കൂടുതൽ കാരുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ്ലെസ് ആവാനാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. നമുക്ക് എപ്പോഴും ഒരു അതോറിറ്റിയുടെ അണ്ടറിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ ഭഗവാനെ പ്ലീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ശരിയായ രീതിയാണോ നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ടെമ്പിളിൽ പോയി സേവനം ചെയ്യുമ്പോഴും അപ്പോൾ അവിടെ ഭക്തന്മാർ ചിലപ്പോൾ നമുക്ക് കറക്ഷൻ തരുന്നതും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ശരിയും തെറ്റൊക്കെ അവർ കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി ഇപ്പോൾ നമ്മളിപ്പോൾ സാധന ഭക്തി ചെയ്യുന്ന നാം ജപിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, അപ്പോൾ നമ്മൾ ഈ ഒരു സേവനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഈ സേവനങ്ങൾ പുറത്തു പോയി എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് അമ്പലത്തിൽ പോയി ചെയ്യുന്ന സേവനങ്ങളും അല്ലെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രചരണം ചെയ്യാനുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സേവനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാരണം നമ്മൾ ഭഗവാന്റെ കാരുണ്യം ബാക്കിയുള്ളവർ കൊടുക്കാനുള്ള കാര്യം കൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ കാരുണ്യം നേടിയിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ഭഗവാന്റെ കാരുണ്യം ബാക്കിയുള്ളവർ കൊടുക്കുന്നു അത്രത്തോളം ഭഗവാന്റെ കാരുണ്യം സാക്ഷാത്കാരങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻ്റെ ബുക്ക് റീഡിങ് ചെയ്യുമായിരിക്കും, ഞാൻ എൻ്റെ നാമം ജപിക്കുകയായിരിക്കും, ഞാൻ വീട്ടിൽ ആരതി ചെയ്യുമായിരിക്കും, നമ്മൾ ഭഗവാന് നിവേദനം സമർപ്പിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ ആക്ച്വലി നമ്മളെ ടെമ്പിളിൽ പോയി സേവനം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ബാക്കി പുറത്ത് പോയി പുസ്തകം ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ നമ്മൾ സെൽഫ്ലെസ് ആവാണ് ചെയ്യുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിലുള്ള സെൽഫ്ലെസ് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ചുകൂടി പുറത്തോട്ട് പോയി നമുക്ക് കൂടുതൽ ഭഗവാനെ പ്ലീസ് ചെയ്യണമെന്നും ബാക്കിയുള്ളവർക്ക് കൂടി ഭഗവാന്റെ കാരുണ്യം കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൂടി നമുക്കുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് ചെയ്യുകയാണ്, പക്ഷേ ആ കാരുണ്യം കൊടുക്കണമെന്നും ബാക്കിയുള്ളവർക്ക് കൂടി കാരുണ്യം കൊടുക്കണം എന്നുള്ള ആ കുറച്ചുകൂടി കുറച്ച് സെൽഫ്ലെസ് ആയിട്ടുള്ള മനോഭാവം നമുക്ക് കിട്ടുന്നതും ഒക്കെ നമുക്ക് അങ്ങനെ ആ പ്രാവർത്തികമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും ഇതായിട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു അതോറിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രാധികാരികളാണെങ്കിലും ശരി, നമ്മളൊരു സേവനം ചെയ്യുമ്പോഴും നമ്മൾ അവിടെ പോയി ചെയ്യുമ്പോഴും ഇവിടെ ചെയ്യുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ ഭക്തന്മാർക്ക് പറഞ്ഞു തരും എന്തെങ്കിലും കറക്ഷനോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം എന്നൊക്കെ കാര്യം പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ടെമ്പിൾ അതോറിറ്റിയുടെ അണ്ടറിലും അതുപോലെ തന്നെ നമ്മൾ ആധ്യാത്മിക ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ശിക്ഷണത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി നമുക്ക് റിയലായിട്ട് നമ്മൾ ചെയ്യുന്ന സർവീസ് നമ്മൾ ഭഗവാനെ പ്ലീസ് ചെയ്യുന്നുണ്ടോയെന്നും അല്ലെങ്കിൽ ഭക്തന്മാരെ പ്ലീസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സേവനം തന്നെയാണ്, പക്ഷേ ആക്ച്വലി നമ്മൾ ശരിക്കായിട്ടുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പുറത്തു പോയി ചെയ്യുന്നതും ബാക്കിയുള്ളവർ കൂടി കാരുണ്യം കൊടുക്കുമ്പോഴാണ് റിയലി അത് ഭഗവാനെയും ഭക്തന്മാരെയും പ്ലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്ലീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഭഗവാന്റെ കാരുണ്യം നമുക്ക് നേടാൻ സാധിക്കും.
നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഒരു ഹയർ ലെവലിൽ ശരിക്കും നമ്മൾ അതോറിറ്റി പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യണം എന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എനിക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ പല സേവനങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഡൂ ദ നീഡ്ഫുൾ എന്നാണ് ശീല പ്രഭുപാദ് പലപ്പോഴും പല സമയത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണോ ആവശ്യം ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമുക്ക് ഇസ്കോണിൽ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനൊരു പല സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് പല രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യാനൊക്കെ കിട്ടും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആഗ്രഹമാണ് അതിലൊരു ഫാക്ടർ. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു സേവനം ചെയ്യാൻ ഒരു സേവനത്തിന് ആളില്ല എന്നുള്ള സമയത്ത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അതോറിറ്റി വേണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സേവനവും നമുക്ക് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാനുള്ള കാര്യമാണ് ശരിക്കും ഐഡിയലായിട്ടുള്ളൊരു കേസ് നമ്മൾ പറയുന്നത്. അപ്പം ഭേദഭാവം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു ഇതിൽ ഭഗവാന്റെ കണ്ണിൽ ആക്ച്വലി ഏത് സേവനമായാലും ശരി അത് എത്രത്തോളം നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ മനോഭാവത്തോടെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ എല്ലാം ഈക്വലായിട്ടാണ് ഭഗവാൻ കാണുന്നത്. കാരണം ഒരു ഭക്തൻ്റെ ആ ഒരു മനോഭാവത്തിലാണ് ഇത് ഉള്ളത്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഭക്തിയോടെയും എത്രത്തോളം സ്നേഹത്തോടെയാണ് ഒരു വ്യക്തി ഒരു സേവനം ചെയ്യുന്നത്, അതിലാണ് കാര്യം. ആ ആറ്റിറ്റ്യൂഡാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളാണെങ്കിൽ അത് ചെയ്യും. ഐഡിയൽ കേസിൽ നമ്മൾ എന്താണ് അതോറിറ്റി പറയുന്നത് അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമുക്കൊണ്ട് പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സമയവും കാലവും ഒക്കെ ഫീസിബിൾ ആണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ശരിക്കും സേവനം നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. നമുക്ക് പലപ്പോഴും നമ്മളിപ്പോഴും നമ്മുടെ ഒരു താല്പര്യവും ഇഷ്ടവും അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അല്ല ഈ സേവനം എനിക്ക് എളുപ്പമായിട്ട് ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടും, ആ സേവനം എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ ചിലപ്പോൾ അതിനെ മാറ്റി നിർത്തുന്നുള്ള രീതിയിലാണ്. നമുക്കാവുന്ന രീതിയിലുള്ള സേവനം ഇപ്പോൾ നമുക്ക് റെസ്പോൺസിബിളായിട്ട് നമുക്ക് അതോറിറ്റീസ് തരുന്ന സമയത്ത് നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മൾ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഡയറക്റ്റായിട്ട് നമുക്ക് ആത്മീയ ഗുരു നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരില്ലായിരിക്കും. പക്ഷേ അതോറിറ്റീസായിട്ട് നമുക്ക് അദ്ദേഹത്തിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരെ പ്ലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പിരിച്വൽ മാസ്റ്ററിനെ പ്ലീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് ആവുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. താങ്ക് യു. ഓക്കെ, പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളൊരു മ്യൂച്വൽ ഡിസ്കഷനുള്ള ഒരു പോയിന്റ് കൂടി നമ്മളിപ്പോഴും കൺസിഡർ ചെയ്യാനുള്ള കാര്യവും അവരും ആക്ച്വലി നമ്മുടെ വെൽവിഷറാണെന്നുള്ള കാര്യം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാനും ഡിസ്കസ് ചെയ്ത് നമുക്ക് ആവുന്ന രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതെപ്പോഴും നമ്മളൊരു വൺ സൈഡഡ് ആയിട്ടില്ല, നമ്മളൊരു ടു സൈഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. താങ്ക് യു. ഫ്ലൈ യുവർ ഓൺ പ്ലെയിനിലെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറൊരാൾക്ക് പ്രാർത്ഥിക്കുക അവർക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് മാതാജി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രേയേഴ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷെ ഒരിക്കലും അവർക്ക് ഭഗവാന്റെ അടുത്ത് പരിശുദ്ധി ഭക്തി നേടി അവർക്ക് ഭഗവത്ധാമത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നടക്കില്ല. അത് ഓരോ ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ട ഹോംവർക്ക് തന്നെയാണ് മാതാജി. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇപ്പം നമുക്ക് ചിലപ്പം അവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഭക്തിയിൽ മുന്നേറാനുള്ള വഴികളും അല്ലെങ്കിൽ നമുക്ക് അവരുടെ ആ പ്രാർത്ഥനകൾ കൊണ്ട് അവർക്ക് ഭക്തിയിൽ വരാനുള്ള കുറച്ച് സാഹചര്യങ്ങളൊക്കെ നമുക്ക് തരികയായിരിക്കും. ആക്ച്വലി വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആക്ച്വലി അവർക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അതായത് ഭക്തിയിൽ മുന്നേറാനുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ അവർക്ക് ഭഗവാനടുത്ത് തിരിച്ചു പോകണം എന്നുള്ളത് അവരുടെ സിൻസിയറായിട്ടുള്ള ഡിസയറാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ചാലും ഒരു ജീവാത്മാവിൻ്റെ ആഗ്രഹം ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണം അല്ലെങ്കിൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കുന്ന ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റില്ല ആക്ച്വലി തോന്നുന്നുണ്ട്. കാരണം ഓരോ വ്യക്തികൾക്കും സിൻസിയറായിട്ടുള്ള സിൻസിയാരിറ്റിയാണ് അവിടെ ഏറ്റവും വലിയ ഫാക്ടർ. ആത്മാർത്ഥമായിട്ടും എനിക്ക് ഭഗവാനെ സേവനം ചെയ്യണം അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു വ്യക്തിക്ക് പ്രാർത്ഥിച്ചാലും ആ വ്യക്തിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ കേട്ടതാണ് ആദ്യം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി മരണക്കിടക്കയിൽ കിടക്കുകയാണ്, നമ്മൾ ഭക്തന്മാർക്ക് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയാണ്, കീർത്തനങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു ജീവാത്മാവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അല്ല എനിക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് വ്യക്തിക്ക് സിൻസിയറായിട്ടുള്ള ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ച് ഭഗവാന്റെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഫ്ലൈ യുവർ ഓൺ പ്ലെയിൻ എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. അപ്പോൾ അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ അത് ഒരിക്കലും ആ മരണസമയത്തുള്ള ആ ആഗ്രഹം മാത്രം അല്ല, ആ ആഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മുടെ സിൻസിയറായിട്ടുള്ള ആഗ്രഹം നമ്മൾ വളർത്തിയെടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യം കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് ആണ് നമുക്ക് ഭക്തമായി നമുക്ക് തരുന്നത്. ആ ട്രെയിനിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടും അതിനെ ഫ്ലൈ ചെയ്യാനുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരു ക്വസ്റ്റ്യൻ, മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മളെ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. പ്രഭു നല്ല രീതിയിൽ അത് എക്സാമ്പിൾ പറഞ്ഞു, പല എക്സാമ്പിളോടുകൂടി പറഞ്ഞു. നമ്മൾ മരണസമയത്ത് നമ്മൾ കീർത്തനം ചെയ്താലും നമ്മുടെ അവബോധം അനുസരിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിളും കൂടെ പ്രഭുവിൻ്റെ പെർമിഷനിൽ ആഡ് ചെയ്യാണ്. ഞാൻ റീസെൻ്റ്ലി ഭാഗവത്തിൽ വായിച്ചൊരു കാര്യം, അതിൽ മാത്രമല്ല ലെക്ചറിൽ കേട്ട അതിൽ പരീക്ഷിത് മഹാരാജിനെ ശപിച്ചതാണ് ശൃംഗി. വെറുതെ വലിയ തെറ്റൊന്നും പരീക്ഷിത് മഹാരാജ് ചെയ്തിട്ടില്ല. ഒരു രാജാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് എല്ലാ വർണ്ണത്തിലുള്ള വ്യക്തികൾക്കും ചെയ്യേണ്ടതാണ്. അപ്പം ചിലർ ചിലർ ബഹുമാനിക്കത്തില്ലെങ്കിൽ രാജ്യം ഒരിക്കലും നല്ലപോലെ പോകത്തില്ല. അപ്പം രാജാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് നാച്ചുറലാണ്. അപ്പം സമീക ഋഷി ഇങ്ങനെ ധ്യാനിച്ചിരുന്നപ്പം രാജാവ് വന്നപ്പോൾ അറിഞ്ഞില്ല, അയാൾ ധ്യാനത്തിലായിരുന്നതുകൊണ്ട് അറിഞ്ഞില്ല. പക്ഷെ രാജാവ് ക്ഷത്രിയനായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു. അത് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ചത്ത പാമ്പിനെ എടുത്ത് തോളിലിട്ടു. പക്ഷെ അത് വലിയ തെറ്റൊന്നുമല്ല. രാജാവിൻ്റെ സ്ഥാനത്ത് നിന്നാൽ അതൊരു തെറ്റല്ല, അത് പണിഷ്മെന്റാണ് കൊടുത്തത്. പക്ഷെ അത് അറിഞ്ഞിട്ട് ശൃംഗി വന്നിട്ട് 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ച് പരീക്ഷിത് മഹാരാജ് മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പൊ ഇതെന്താ അതിനകത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആ സമയത്ത് ശമിക ഋഷി ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ ഒരു കൊച്ചുകുട്ടിയാണ്, അവന് വീണ്ടും വിചാരം ഇല്ലാതെയാണ് അവൻ ഈ ശപിച്ചത് പരീക്ഷിത് മഹാരാജിനെ. പരീക്ഷിത് മഹാരാജിനെ ശപിക്കേണ്ട ഒരു ആവശ്യമില്ല, എങ്കിലും വീണ്ടും വിചാരം ഇല്ലാതെയാണ് ശപിച്ചത്. പക്ഷേ അതുകൊണ്ട് ഭഗവാൻ ശൃംഗിയോട് മാപ്പാക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അവിടെ അതിൻ്റെ അടുത്ത പർപ്പോട്ടിൽ പ്രഭുപാദ് പറയുന്നു, ശമിക ഋഷി ഒരു പരിശുദ്ധ ഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചതുകൊണ്ട്, ശൃംഗി ചെയ്ത തെറ്റ് മാപ്പാക്കണം എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഭഗവാൻ അതിന് മാപ്പ് കൊടുത്തു എന്ന് പറയും. അപ്പം അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും മറ്റുള്ള ഭക്തന്മാരുടെ പ്രാർത്ഥനകളും അവരുടെ വെൽവിഷസും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. പക്ഷെ അത് വെച്ച് നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ പോകാനായിട്ട് പറ്റത്തില്ല. സ്പിരിച്വൽ വേൾഡിൽ പോകണമെങ്കിൽ നമുക്ക് ആ ആഗ്രഹങ്ങൾ, നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ വേണം. അപ്പോൾ വെൽവിഷസാണ്. ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് പ്രസാദം എടുത്തു കൊടുക്കുമ്പോൾ സഹായം ചെയ്യും, അതേപോലെയാണ് ഇത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ
സ്വന്തമായിട്ട് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ പോകാൻ പറ്റും. അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടിയല്ല. പക്ഷെ മറ്റുള്ളവരുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെയാണ് വേണ്ടത്. എക്സാമ്പിൾ ആയിരുന്നു. ചാരിറ്റി ടെമ്പിൾ വഴിയെ കൊടുക്കാവൂ. ചാരിറ്റി ടെമ്പിൾ വഴി കൊടുക്കാവുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് പല പല ചാരിറ്റികൾ ചെയ്യായിരിക്കും മാജി. അപ്പം മാജി പറഞ്ഞത് ടെമ്പിൾ വഴിയാണ് കൊടുക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം. കാരണം അത് പരിശുദ്ധമായിട്ട് ഭഗവാൻ സേവനത്തിനാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന നോർമൽ ചാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് കർമ്മമായിട്ട് നമുക്ക് തിരിച്ചു വരും. നമ്മൾ കൊടുത്ത ഇതിന് വേണ്ടിയിട്ട് തിരിച്ചായിട്ട് വരുന്നത്. നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രസാദമൊക്കെ കയ്യിൽ വരുന്നതാണ് നല്ലത്. നമ്മൾ എന്താ പറയുന്നത് ചെയ്യാമോ എന്ന് ചോദിക്കും. നമ്മൾ ശരിക്കും പ്രഭു പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമാണ് പ്രഭു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടൈം പ്ലേസ് സർക്കംസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ്. എന്താണോ ശരി ആ സമയത്ത് ഡൂ ദ നീഡ്ഫുൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഉള്ള കാര്യം. നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ള സമയത്ത് നമുക്കാണെങ്കിൽ നമ്മളൊരു സീനിയർ ഡിവോട്ടി കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതൊക്കെ ഏറ്റവും പോസിറ്റീവ്. അതെ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ. അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പുണ്യം കിട്ടും അല്ലേ? ആ പുണ്യം വീണ്ടും അനുഭവിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. വല്ല ആവശ്യമുണ്ടോ? എല്ലാവരും കൊടുക്കും. അങ്ങനെയുള്ളവരൊന്നും എൻ്റർടൈൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ? ഉള്ളൂ KBRലേക്ക് അവരെ ആരെയും കയറ്റി വിടരുത്. ഡോറം കിടക്കണം അല്ലേ? നല്ല കാര്യമാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അവർ വരുന്നത്. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ വേനെ വലിച്ചു വയ്ക്കുകയാണ്. നമ്മളിതെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്ത് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് ചെയ്യുന്നത് അല്ലേ? ഒരുപാട് കിടപ്പുണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി കർമ്മങ്ങൾ അല്ലേ? അതെപ്പോൾ തീർക്കുമെന്നുള്ള വ്യാകുലത്തിലാണ്. അതിനിടയിലാണ് നമ്മൾ വീണ്ടും കുറേ അല്ലേ വാങ്ങിച്ചു കൂട്ടിയാൽ വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും, ജന്മം എടുക്കേണ്ടി വരും. അത് അനുഭവിക്കാൻ വേണ്ടി. കാരണം ഒരു പുണ്യപ്രവൃത്തി ചെയ്യണം. അപ്പോൾ കുറച്ച് പുണ്യകർമ്മങ്ങൾ നമ്മൾ നേടും അല്ലേ? അത് തീർക്കണ്ടേ? അത് നള്ളിഫൈ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ ആ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് നമ്മൾ വീണ്ടും വരേണ്ടി വരും. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. श्रील प्रभुपाद की जय. श्रीमद् भगवद गीता की जय. नरसिंह चतुर्दशी.